ദൃശ്യം 3 എന്ന സിനിമ നമ്മൾ കണ്ടു. ഗംഭീര സിനിമ. 2 മണിക്കൂർ 45 മിനിറ്റ് എന്തോ ഉണ്ട് ഈ ഒരു സിനിമ. ഞാനും എന്റെ സ്റ്റാഫ് കൂടെ പോയെ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും പ്ലേറ്റ് ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് പിടിക്കാവില്ല, MVD പിടിക്കും എന്നെ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല. ഒരു സൈഡിൽ നിന്ന് ജോർജ് കുട്ടി തുടങ്ങുമ്പോ മറു സൈഡിൽ നിന്ന് സിദ്ദിഖ് തുടങ്ങും, മറു സൈഡിൽ നിന്ന് സിദ്ദിഖ് തുടങ്ങുമ്പോ ഒരു സൈഡിൽ ജോർജ് കുട്ടി തുടങ്ങും. പക്ഷെ ഈ ദൃശ്യം ആ ഒരു സീരീസിൽ തന്നെ ദൃശ്യം 1 എക്സ്ട്രീം ആണെങ്കിൽ ദൃശ്യം 2 നൈസാണ്. ദൃശ്യം 3ന്റെ ഈ ഇന്റർവെല്ലിൽ വരെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ട് തോന്നിയോ? ഇല്ല. സഹദേവന് തന്തയില്ലെന്ന് അവൻ 1ാമത്തെ ഇതിൽ തന്നെ തെളിയിച്ചു. അതുകൊണ്ട് അവൻ 2ാമത് വന്നില്ല. പിന്നെ സഹദേവൻ 3ാമത് വന്നിട്ട് തന്തലാഴി മാത്രം കാണിക്കുക. ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ പരസ്യങ്ങളുണ്ട്. കല്യാൺ സിൽക്കിന്റെ പരസ്യം, കല്യാൺ ഗോൾഡിന്റെ പരസ്യമുണ്ട്. അത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് തൊടുപുഴയിൽ കല്യാൺ ഗോൾഡിന്റെ പരസ്യമുണ്ട്.